യെസ്, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം ക്ലൈമാക്സിലേക്ക് എത്തുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സ്ട്രൈക്ക് കേരളത്തിലൊഴികെ അത്ര കാര്യമായിരുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഫലസൂചനകൾ വരുന്നത്. ഏറ്റവും അവസാനത്തെ ഫലസൂചന പ്രകാരം ദേശീയ തലത്തിൽ 295, 230, അതേഴ്സ് 18 എന്നാണ് നില. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 242, കോൺഗ്രസ് 98. ഇതാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏതാണ്ട് 2 ആഴ്ചക്കാലം ദേശീയ തലത്തിൽ അതിസങ്കീർണമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതിപ്പോൾ തന്നെ എന്ന കാര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ വട്ടമിട്ട് ഇന്ത്യ സഖ്യം ഇങ്ങനെ പറക്കുന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വീണ്ടും പറയുന്നത്, BJP-യെ അമിത്ഷായെ ഒന്നും അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. കാര്യമായ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും നമുക്കത്, അതായത് മറ്റുള്ളവരെ വട്ടമിട്ട് പിടിക്കാൻ പറന്നു നടക്കുമ്പോൾ സ്വന്തം ആളുകളൊക്കെ എവിടെ പോകും. എന്തായാലും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മൂന്നാമതും തുടരും. ഇനി മറ്റ് സമവാക്യങ്ങൾ എന്താണ് ഇക്കാര്യത്തിലൊക്കെ രാജ്യതലസ്ഥാനം വരും ദിവസങ്ങളിൽ നിർണായകമാകും. എനിക്ക് തോന്നുന്നു നാളെ മുതൽ വാർത്താ ചാനലുകളുടെ ഹെഡ്ലൈനിൽ ഡൽഹി ഒരു പ്രധാന കേന്ദ്രമായി, പ്രധാന വാർത്തയായി തന്നെ ഒന്നാമത്തെ വാർത്തയായി നിലനിൽക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ BJP-ക്ക് കാര്യമായ ശോഷണം സംഭവിച്ചെങ്കിലും കേരളത്തിലെ BJP-ക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ BJP-യുടെ വിജയം ആധികാരിക വിജയമാണ്. നമുക്ക് ഈ 2 മണിക്കൂർ ചർച്ചയെ രണ്ടായി വീതം വെക്കാം, കൊണ്ടുപോകാം. അതിൽ ആദ്യം 1 മണിക്കൂർ കേരളം, തീർച്ചയായും കേരളം തന്നെ ചർച്ച ചെയ്യണം. കാരണം കേരളത്തിലെ മുന്നേറ്റം, ഇടതിന്റെ തകർച്ച, ഇടതിന്റെ തകർച്ചയ്ക്ക് സുപ്രധാനമായ കാരണമായത് NDA-യുടെ BJP-യുടെ ചില സ്ഥാനാർത്ഥി നിർണയവും പോരാട്ടവും ഒക്കെ തന്നെയാണ്. അറ്റിങ്ങൽ ഉൾപ്പെടെ ആ തിരഞ്ഞെടുപ്പിന്റെ ആവേശം അവസാന നിമിഷം വരെ കൊണ്ടുപോയതിൽ പ്രധാന പങ്ക് വഹിച്ചത് വി മുരളീധരന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപിയേക്കാൾ ഞാൻ താരപരിവേഷം കൊടുക്കുക 2 പേർക്കാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ ജയം ആധികാരികമായ ഒരു ശതമാനം പോലും അതിനെ വില കുറയ്ക്കുന്നില്ല. കേരളത്തിൽ പുതുചരിത്രം തന്നെയാണ്. എന്നാൽ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും എഴുതിയ ഒരു ചരിത്രമുണ്ട്. ഞാൻ NDA-യുടെ മറ്റൊരു സ്ഥാനം കൂടി പറയട്ടെ, K മുരളീധരൻ. തീർച്ചയായും നേരത്തെ പറമുറി പറഞ്ഞ പോലെ കേരളത്തിലെ BJP-യുടെ ഐശ്വര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ 3 ലക്ഷത്തിലധികം വോട്ടുകളാണ് വി മുരളീധരൻ അച്ചിങ്ങൽ പോലെ സൈബറിടങ്ങളിൽ അവർ അതിനെ ഏറ്റെടുക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് നേമത്ത് വന്നു നിന്ന് കുമ്മനത്തെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തെ സഹായിച്ച K മുരളീധരന് തൃശ്ശൂരിൽ മറുപടി നാണം കെട്ട K മുരളീധരൻ എന്ന നിലയിലേക്കാണ് സൈബറിടങ്ങളിൽ ചർച്ച വരുന്നത്. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, ആലപ്പുഴയെ സംബന്ധിച്ച് BJP-ക്ക് ചെങ്ങന്നൂർ പോലെയുള്ള ചില മേഖലകൾ നല്ല സ്വാധീനമുണ്ട്. എന്നാൽ തീരദേശത്തേക്കൊക്കെ വരുമ്പോൾ, കുട്ടനാട് പോലെയുള്ള തീരദേശ പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടെ കാര്യമായ സ്വാധീനം വരെ സംഘടനാ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും കാര്യമായി വിജയിച്ചു കയറാൻ കഴിയുന്ന വോട്ടിംഗ് പാറ്റേൺ ഉള്ള മേഖലകളല്ല ഈ കുട്ടനാടും തീരപ്രദേശമൊക്കെ. അവിടെ 2,40,000 മുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ വോട്ട് നേടുന്നു. ആരിഫ് അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ, വോട്ടിംഗ് കണക്കുകളിൽ വിരലിലെണ്ണാവുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ 2 പേരുമാണ് എന്റെ ഹീറോസ് ഈ തിരഞ്ഞെടുപ്പിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ, അവിടെ പരമ്പരാഗതമായി LDF-ലേക്ക് ഒഴുകിയിരുന്ന ഈഴവ വോട്ടുകൾ ശോഭയിലേക്ക് പോയോ എന്ന് സംശയം ബാക്കിയുണ്ട്. കാരണം ഒരു റൗണ്ടിൽ പോലും ആരിഫ് ഒരു സൂചനയും മുന്നോട്ട് വരുമെന്ന് നൽകിയിട്ടില്ല. 2.5 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുകയും ചെയ്തു. അവിടെ ആധികാരിക വിജയം KC വേണുഗോപാൽ നേടിയെങ്കിൽ പോലും അവിടെ സ്റ്റാറായി മാറുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അത് തർക്കം വേണ്ട. 2ാം സ്ഥാനത്ത് വന്നത് ആരിഫാണ്. ഓക്കെ, പക്ഷേ വലിയ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല എന്ന് ഓർക്കണം. കാരണം BJP-ക്ക് വലിയ വേരോട്ടൊന്നും ഇല്ലാത്ത ഒരിടത്ത് ഇത്രയേറെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, വി മുരളീധരൻ. അവിടേക്ക് ഒരു കൗതുകം കൂടി വരുന്നുണ്ട്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ, ട്വിസ്റ്റുകൾക്കൊടുവിൽ, ഒരു ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ 5000-ലേറെ വോട്ടിന് വി ജോയ് മുന്നിലായിരുന്നു. പക്ഷേ അടൂർ പ്രകാശ് 800 വോട്ടിന് മുന്നിൽ വന്നു. അവസാനം 1000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു. കൃത്യമായ കണക്ക് ഓർക്കുന്നില്ല. ഇവിടെ 1708 വോട്ടിന് അടൂർ പ്രകാശ് ജയിച്ചു. ഇവിടെ ഇടതുപക്ഷം റീകൗണ്ടിങ്, തപാൽ വോട്ടുകൾ റീകൗണ്ടിങ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ മറ്റൊരു രസകരമായ സംഭവം, മറ്റൊരു മണ്ഡലത്തിൽ BJP ഉദിക്കുന്നു എന്നതാണ്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ BJP-യാണ് 1ാമത് വന്നത് എന്ന് മനസ്സിലാക്കുന്നു. 2ാമത് അടൂർ പ്രകാശ്. അവിടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ആറ്റിങ്ങൽ എന്ന് ഓർക്കണം. അവിടെ CPM 3ാമത് പോയി. സ്വാഭാവികമായും അടൂർ പ്രകാശിന്റെ വിജയം വലിയ നഷ്ടമാകുന്നത് വി ജോയ്ക്കാണ്. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്രയേറെ ടൈറ്റ് കോമ്പറ്റീഷൻ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ
ഏക ത്രികോണ പോരാട്ടം എന്ന് പറയാം. നമ്മൾ തൃശ്ശൂർ വലിയ ത്രികോണ പോരാട്ടം ഈസി ആയിട്ട് 3.4 ലക്ഷത്തിൽ പരം വോട്ട് ആധികാരിക വിജയം. അവിടെ എന്ത് ത്രികോണമാണ്. പക്ഷെ ആറ്റിങ്ങലിലാണ് ത്രികോണ മത്സരം നടന്നത്. അതിന് കാരണക്കാരൻ വി മുരളീധരനാണ്, ഒരു തർക്കവും വേണ്ട. വി മുരളീധരൻ ജോയിയിൽ നിന്ന് വളരെ പിന്നിലല്ലാത്ത നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം പിടിച്ച വോട്ടിനേക്കാൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികവും ഉമേഷ് പറഞ്ഞത് ശരിയാണ്. സുരേഷ് ഗോപിയെ പോലെ ജയിച്ച സുരേഷ് ഗോപിയെ പോലെ താരങ്ങളാണ് നമ്മോടൊപ്പം പി സി ജോർജും ഒപ്പം ബലദേവ് സച്ചിദാനന്ദനും കൂടി ചേരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം നമുക്ക് പി സി ഉണ്ടെന്നാലും ബലദേവിലേക്ക് പോകേണ്ടിയുണ്ട്. കാരണം ഇവിടെ തകർന്നടിഞ്ഞു പോകുന്നത് LDF ആണ്. അവർക്ക് കാര്യമായ നഷ്ടമെന്ന് ചോദിച്ചാൽ കണ്ണൂർ ഒരു തരിയായിരുന്നത് ഒരു തരിയായി തന്നെ അവശേഷിക്കുന്നു. അത് ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറി എന്നത് മാത്രമാണ്, ിലേക്ക് മാറി എന്നത് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ള. ശ്രീ ബലദേവ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഞങ്ങളങ്ങ് വിജയിച്ചു കയറും എന്നതൊക്കെയായിരുന്നു ഇന്നലെ വരെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും ഞങ്ങൾക്ക് ആധികാരിക വിജയമുണ്ടാകുമെന്ന് പറയുമ്പോൾ നോക്കൂ, സ്കോർ ബോർഡിലേക്ക് 1 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആലപ്പുഴ നഷ്ടമായി. ആലത്തൂരിൽ വിജയിച്ചു കയറുന്നു എന്നത് അത് CPM-ന്റെ LDF-ന്റെ നേട്ടമായി ചിത്രീകരിക്കാൻ പലപ്പോഴും കഴിയില്ല. അവിടെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വിജയം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതല്ല, സംഘടനയാണ് വിജയിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒന്ന് KK ശൈലജയായിരുന്നു, ഇളമരം കരീമായിരുന്നു. അങ്ങനെ കെ രാധാകൃഷ്ണൻ എന്നയാൾക്ക് വ്യക്തിപരമായി ഇതൊരു നഷ്ടമല്ലേ? പാർട്ടി നിയോഗിച്ച ഒരാളെന്ന നിലയ്ക്ക് ശരി, വിജയം നേടി. പക്ഷേ കേരളത്തിലെ സുപ്രധാനമായൊരു വകുപ്പ് നയിച്ച് അവിടെ മന്ത്രിയായി ഇരുന്ന ജനകീയനായ ഒരാൾ, അങ്ങനെ തന്നെ പറയണം, വളരെ CPM-ലെ ഒരു മാന്യ മുഖമാണ് കെ രാധാകൃഷ്ണൻ. ആ കെ രാധാകൃഷ്ണനെ അവിടേക്ക് പറിച്ചു നട്ട് ഒരു പക്ഷേ ഷാഫി പറമ്പലിന്റെ വിജയം ഇപ്പോൾ കോൺഗ്രസ് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ സമാനമായ ഒരു അവസ്ഥ, അതായത് ധർമ്മടത്ത്, മട്ടന്നൂർ അടക്കം പൊളിഞ്ഞു പാളീഷായ ഇടതുമുന്നണിക്ക് വേണ്ടി ചേലക്കരയിൽ ഇനി ആര് മത്സരിക്കും? സ്വാഭാവികമായും വ്യക്തിപരമായ പരാജയം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, LDF കനലൊരു തരിയായി തന്നെ അവശേഷിക്കുന്നു. അത് ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ചിലപ്പോഴെങ്കിലും ആറ്റിങ്ങലിൽ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവസാനം അതും കൈവിട്ടുപോയി. യെസ്, മടങ്ങി വരാം. സേനാപതി വേണു ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ സേനാപതി വേണു, വലിയ സന്തോഷത്തിലാണ് എന്നറിയാം. കാരണം ഒരു സീറ്റ് നഷ്ടമായെങ്കിൽ പോലും ആ പ്രതാപം നിലനിർത്താൻ ഏറെക്കുറെ സാധിച്ചിരിക്കുന്നു. ദേശീയതലത്തിലും സന്തോഷത്തിന്റെ വാർത്തയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഞങ്ങൾ അത്ര കണ്ട് നിങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്ഥാനത്തെത്താൻ കോൺഗ്രസിന് തീർച്ചയായും നമ്മളതിനെ ജനങ്ങൾ നൽകിയ പിന്തുണ അതിനെ വില കുറച്ച് ഒരിക്കലും കാണാൻ കഴിയില്ല. 99 എന്ന നമ്പറിലേക്ക് കോൺഗ്രസ് ദേശീയ തലത്തിൽ എത്തുക എന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി. ഇവിടെ നമുക്ക് വരാം ശ്രീ സേനാപതിയോട്. ദേശീയ തലത്തിലെ ചർച്ചയിലേക്ക് വരാൻ മുൻപ് അറിയേണ്ടത് കെ മുരളീധരൻ ഒപ്പം TN പ്രതാപൻ തുടങ്ങിയ നേതാക്കന്മാരുടെ ഇനിയുള്ള ഭാവി എന്താണ് എന്നതാണ് പ്രധാനമായും ചർച്ചയാകേണ്ടത്. നിങ്ങളുടെ മിന്നുന്ന കേരളത്തിലെ പ്രകടനത്തെ വില കുറച്ച് കാണുകയല്ല, എന്നാൽ കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി എവിടെ നിർത്തിയാലും വിജയിക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇമേജ് കോൺഗ്രസ് സൃഷ്ടിച്ച കെ മുരളീധരൻ 3ാമത് പോകുന്നു തൃശ്ശൂരിൽ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര ആശ്വാസജനകമായ ഒരു വാർത്തയാണോ? അതായത് കെ മുരളീധരൻ ഇപ്പോൾ കാണിക്കുന്ന ശാന്തത സ്ഫോടനാത്മകമായി മാറുമോ? മുരളീധരൻ അങ്ങനെ സ്ഫോടനാത്മകമായിട്ട് മാറുന്ന ഒരാളല്ല. കാരണം നിയമത്തും സമാനമായ ഒരു സാഹചര്യമാണ്. അത് അദ്ദേഹം ഏത് മണ്ഡലത്തിലും, അത് അസംബ്ലി നിയോജക മണ്ഡലമാണെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലുടനീളം സ്വീകാര്യനായ ഒരാള് എന്ന നിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരാജയം അദ്ദേഹത്തിന്റെയും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയവും ഞാൻ അതിനെ 2004 PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് വിജയം പോലെയാണ് കാണുന്നത്. 2004 PC ജോർജ് സാറിനൊക്കെ അറിയാം, IFDP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് PC തോമസ് അന്ന് NDAയുടെ ഭാഗമായിട്ട് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് അദ്ദേഹം വിജയിച്ച ഒരു രാഷ്ട്രീയ ചരിത്രം 2004 എന്നതുപോലെ വളരെ കൗതുകകരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചത് അത് താമര അടയാളത്തിലാണ്. അതൊക്കെ ശരിയാണ്, അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, ഞാനിപ്പോ അദ്ദേഹത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരനാവുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റതിന് ശേഷം തൃശൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം അതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും തന്നെ, പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ്. അദ്ദേഹം നിരന്തരമായി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതുകൂടാതെ
അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ആ ഒരു കൗതുകമൊക്കെ ആളുകൾ, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ ടാറ്റയുടെ പാക്കിങ്ങും കണ്ണൻദേവന്റെ രുചിയും BJPയുടെ ഒരു സംഘടനാ ശക്തിയും അദ്ദേഹത്തിന്റെ ഒരു സിനിമാ താരം എന്ന നിലയിൽ വോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഇതെല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ വിജയിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു BJPയുടേതായ ഒരു വലിയ ഒരു വോട്ട് ബാങ്കോ. സേനാപതി വേണു, ഇടപെടുന്നത് കൊണ്ട് തോന്നരുത്. താങ്കൾ പറഞ്ഞത് തിരുത്തുകയാണ്. കെ മുരളീധരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്നാൽ ജയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇനിയൊരു മത്സരത്തിനില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. വൈകാരികമായി പ്രതികരിക്കുന്നു കെ മുരളീധരൻ. എവിടെയാണ് പൊട്ടിത്തെറിക്കാത്തത്? അതാണ് ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളല്ല കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുന്നു. പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നു കെ മുരളീധരൻ. ഇത് ഒരു ശാന്തതയായി കാണേണ്ടതുണ്ടോ? അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ല കെ മുരളീധരൻ. താങ്കൾ പറഞ്ഞത് തിരുത്താൻ തയ്യാറാകും. അദ്ദേഹത്തിന് തന്നെ പരാമർശങ്ങളാണ്. കുരുതി കൊടുക്കുകയായിരുന്നു തന്നെ. വടകരയിൽ നിന്നാൽ ജയിക്കാമായിരുന്നു പറയുന്നത് കെ മുരളീധരനാണ്. ഇത് വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന് അത്ര ശാന്തമായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന വിഷയമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഇതിലും കുറച്ചുകൂടി അദ്ദേഹം വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ഇലക്ട്രിസിറ്റി മിനിസ്റ്ററാക്കി മരിച്ചുപോയ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹത്തെ രാജിവെപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നാണ് AC മൊയ്തീൻ എന്ന യഥാർത്ഥത്തിൽ CPMന്റെ വെറും ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മാത്രമാണ്. കെ മുരളീധരൻ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ഇലക്ട്രിസിറ്റി മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം വല്ലാത്ത രീതിയിൽ അവിടെ പരാജയപ്പെട്ട ഒരു സാഹചര്യം വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. മുരളീധരൻ ശക്തനായി നിന്ന മുരളീധരനെ അപ്രസക്തനാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ കാലം ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്താ പറഞ്ഞേ, ഏത് വെല്ലുവിളികളെയും, അതാണല്ലോ നിയമത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നത്, ഏത് തെരഞ്ഞെടുപ്പിനെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ പ്രാപ്തനും ശക്തനും ശേഷിയുമുള്ളയാളാണ് ശ്രീ കെ മുരളീധരൻ. ഒരുപക്ഷെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, വടകരയിലായിരുന്നുവെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3.5 ലക്ഷം പോസ്റ്റ് അടിച്ചു പ്രതാപൻ എന്നാണ് പറഞ്ഞത്. ചുവരെഴുത്തുകൾ ഏതാണ്ട് 10% പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാറേണ്ടതായിട്ട് വന്ന സാഹചര്യം വന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പബ്ലിക്സിനിടയിൽ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഒക്കെ അത് ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അത് ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയല്ല. പണ്ടും ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം PC ജോർജ് സാറിന് അറിയാം, പത്തനംതിട്ടയിൽ ആറന്മുളയിൽ അന്ന് ശിവദാസൻ നായർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അയാളെ മാറ്റിയിട്ടാണ് മാലയത്ത് സർലാദേവിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. വടക്കേക്കരയില് എനിക്ക് തോന്നുന്നത് KP ധനപാലൻ പോസ്റ്റർ അടിച്ച് എല്ലാം ചെയ്തതിനു ശേഷമാണ് അവിടെ MA ചന്ദ്രശേഖരൻ. വടക്ക് ഇരിക്കൂറിലാണോ പേരാവൂരിലാണോ AD മുസ്തഫയെ മാറ്റി AD മുസ്തഫ സ്ഥാനാർത്ഥിയാവുന്നു, KP നൂറുദ്ദീനെ മാറ്റി മറ്റൊരാളെ ആക്കുന്നു. അപ്പൊ ഇതൊക്കെ അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങളൊരു പരീക്ഷണമാണ് തീർച്ചയായും തൃശ്ശൂരിൽ നടത്തിയത്. ഞങ്ങളുടെ പരീക്ഷണം മറ്റൊന്നുമായിരുന്നില്ല, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ ഏത് സീറ്റിലും മത്സരിക്കാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആള് എന്ന നിലയിൽ അത് കെ മുരളീധരനാണ്, അതിന് ഏറ്റവും അനുയോജ്യനായ ആള് എന്ന നിലയിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം എല്ലാ തീരുമാനവും ശരിയാകണമെന്നില്ലോ. ആ തീരുമാനം പാളി എന്നുള്ളത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും മനസ്സിലാകുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ കരുതുന്നത്, കാരണം കെ മുരളീധരനെ വളരെ അടുത്ത് പരിചയമുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് അദ്ദേഹം ശാന്തനായി വരും. അത് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപും പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുരളീധരന്റെ റോൾ എന്തായിരിക്കും എന്ന് പറയാവോ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ VD സതീശനും കെ മുരളീധരനും ഒക്കെ സ്വീകാര്യനായ ഒരു നേതാവായി അവരുടെ തലപ്പൊക്കത്തിനൊപ്പം നിർത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? പിന്നെ ഈ അടുത്ത ദിവസം അതായത് നമ്മുടെ VD സതീശൻ സാറിന്റെ ഒരു പ്രസ്താവന പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം 60 വയസ്സായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനുള്ള തീരുമാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും വളവോ തിരിവോ നടത്തി ആരെയെങ്കിലും ചവിട്ടിയോ ഒതുക്കിയോ ഒന്നും എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്താനും കഴിയില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടു പോയി എങ്കിൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള
വി.ഡി. സതീശന്റെ വാക്കുകളെ ഞാൻ ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, പാർട്ടി ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കെ മുരളീധരൻ മത്സരിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. അല്ല, പാർട്ടി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണെങ്കിൽ എന്താണ് മുരളീധരന്റെ ഭാവി? അതായത് തീരുമാനം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പോയി മത്സരിക്കൂ തൃശ്ശൂരിൽ. പത്മജ പോയ നാണക്കേട് മാറ്റാൻ മുരളി തന്നെ തൃശ്ശൂരിൽ മത്സരിച്ചേ തീരൂ. അത് വലിയൊരു സന്ദേശം കൂടിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അണികൾക്ക് കൊടുത്ത. പക്ഷേ നിങ്ങൾ തോറ്റുപോയാൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഹൈക്കമാൻഡ്. അല്ല, അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുരളീധരന്റെ ഭാഗത്ത് ഈ ഒരു പ്രതികരണം വരില്ല. മുരളീധരൻ പറഞ്ഞ എന്താണ്? ഇനിയൊരു മത്സരത്തിന് താനില്ല. പിന്നെ സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നു, സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നു, തനിക്ക് വേണ്ടി ആരാണ് എത്തിയത്? താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കെ മുരളീധരൻ തുറന്നു പറയുമ്പോൾ എവിടെയാണ് ദേശീയ നേതൃത്വം, ഒപ്പം സംസ്ഥാന നേതൃത്വം ഒക്കെ നൽകിയ പിന്തുണ എവിടെയാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് വേറെ ആരുമല്ല, തോറ്റ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ ഏറ്റവും തലപ്പൊക്കമുള്ള തന്നെയാണ്. ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ച ന്യൂനപക്ഷ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയി, ക്രിസ്ത്യൻ വോട്ട് ബി.ജെ.പിയിലേക്ക് പോയി, മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടി. സുനിൽകുമാർ സ്വന്തം പഞ്ചായത്തിലും ബൂത്തിലും പിന്നിൽ പോയി. കോൺഗ്രസ് ഇടത് വോട്ടുകൾ ചോർന്നു. മുൻകരുതൽ വേണം. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് രാഹുൽ എഫക്റ്റ് ഉണ്ടാകില്ല. ബി.ജെ.പി ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. സംഘടനാപരമായ ദൗർബല്യമുണ്ട്. ബൂത്ത് പ്രവർത്തനത്തിൽ വീഴ്ച വന്നു. ഗ്രൂപ്പ് പോലുള്ള ഘട്ടത്തിൽ പോലും ഇത്ര വലിയ പരാജയം ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ പൂരം മുതലുള്ള കാര്യങ്ങൾ പാളി. സർക്കാരിനെതിരെയുള്ള വികാരം മുതലാക്കാൻ കഴിഞ്ഞില്ല. ഇനി മത്സരരംഗത്തില്ല, പൊതുരംഗത്ത് നിന്ന് തൽക്കാലം വിട്ടു നിൽക്കും. മോദി വന്നു, പിണറായി വന്നു, എനിക്ക് വേണ്ടി ആകെ വന്നത് ഡി.കെ. ശിവകുമാർ മാത്രമാണ്. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. കൃഷ്ണ, എനിക്ക് ഏറ്റവും ശ്രദ്ധമായി തോന്നിയത് രമേശ് ചെന്നിത്തല തന്നോട് പറഞ്ഞിരുന്നു വടകരയിൽ നിന്ന് മാറേണ്ട എന്നത്. ആ വാക്കാണ് ആ പരാമർശമാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്ന പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന്, ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് പോകുന്നത്. പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് വടകരയിൽ നിന്നും മാറേണ്ട എന്ന് കെ മുരളീധരനോട്. അതിപ്പോൾ വെളിപ്പെടുത്തുന്നത് കെ മുരളീധരൻ തന്നെയാണ് എന്നത്. മറ്റൊരു വരി കൂടി പറയട്ടെ, മുസ്ലിം ലീഗ് നേതാക്കൾ നന്നായി പണിയെടുത്തു, അതായത് ഇവിടെ പണി തന്നു നന്നായി എന്നാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കില്ല, എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, പക്ഷെ പാർട്ടി പ്രവർത്തനത്തിലില്ല. ഞാൻ കോൺഗ്രസിനോട് ഇവിടെ പറയുന്നു, ഏത് പദവികളിൽ നിന്ന്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന്, പക്ഷെ കോൺഗ്രസ്സുകാരനായ ഒരു അണിയായി ജീവിച്ചു കൊള്ളാമെന്ന് മുരളീധരൻ പറയുകയാണ്. അതായത് മനം നൊന്തിട്ടല്ലെങ്കിൽ മുരളി ഇങ്ങനെ പറയുമോ? അല്ല, ഒരു ഉമേഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെ മുരളീധരനെ പോലൊരു നേതാവിന് ഒരു കാരണവശാലും അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഞാൻ അനുയായിയായി മാറി നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞു. അല്ല, പറഞ്ഞത് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കില്ല എന്ന് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകനാണ് അദ്ദേഹം. 1984 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം സേവാദളിന്റെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകളാണ് പത്മജ. അല്ല, പറയൂ. ആ മുരളീധരൻ സേവാദളിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വളർന്ന് MP ആയി, MLA ആയി, മന്ത്രിയായി, KPCC പ്രസിഡന്റായി, വീണ്ടും MP ആയി. ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വരും ദിവസങ്ങളിലും വരും നാളുകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ വികാരമൊക്കെ അത് താൽക്കാലികം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ നിശ്ചയമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടുത്ത ഒരു 10 കൊല്ലക്കാലത്തേക്ക് കൂടി കെ മുരളീധരന് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് അദ്ദേഹം കെ മുരളീധരൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. എനിക്ക് വേണ്ടി ആരും വന്നില്ല, ലീഗുകാർ നന്നായി പണിയെടുത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ ആ ചിത്രം, ആ ദൃശ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രചരണത്തിനായി വന്നിറങ്ങുന്ന, സ്വീകരണം നൽകുമ്പോൾ TN പ്രതാപൻ ആ വാഹനത്തിൽ നിന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുരളീധരന്റെ മുഖമൊപ്പുന്ന നാടകം നമ്മൾ കണ്ടതാണ്. പക്ഷേ TN പ്രതാപൻ പോലും പണിയെടുത്തില്ല എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ശ്രീ സേനാപതി വേണു, മടങ്ങി വരാം. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കോൺഗ്രസിൽ വല്ലാത്ത പൊട്ടിത്തെറിയിലേക്കുണ്ടാക്കുമെന്ന സൂചന. ഞാനൊന്നിനുമില്ല, കെ മുരളീധരൻ തന്നെ പൊട്ടിച്ചിരിക്കുന്നു. ഇനി PC ജോർജ് കൂടിയുണ്ട്. നമുക്ക് 2 കാര്യങ്ങളാണ് PC യിൽ നിന്ന് അറിയേണ്ടത്. ഒന്ന്, കേരളത്തിൽ BJPയെ കളിച്ചു പിടിപ്പിക്കില്ലെങ്കിൽ താമര വിരിയിക്കില്ല എന്ന് ഇടത് വലത് മുന്നണികൾ ഒരേപോലെ പറയുന്നിടത്താണ് തൃശ്ശൂരിലെ വിജയം മാത്രമല്ല അടയാളപ്പെടുത്തേണ്ടത്. ആറ്റിങ്ങലെ മത്സരമുണ്ട്, ഒപ്പം ആലപ്പുഴയിലെ വാശിയേറിയ മത്സരമുണ്ട്. പത്തനംതിട്ടയിൽ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ NDA സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുക എന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ. ശ്രീ PC ജോർജ്,
മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ. ഒന്ന്, സുരേഷ് ഗോപിയുടെ ആധികാരികമായ വിജയം. അത് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഒരേപോലെ പ്രഖ്യാപിച്ചതാണ്. താമര വിരിയിക്കില്ല എന്നത്. അതൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആധികാരികമായ വിജയം സുരേഷ് ഗോപി സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങിൽ 3 ലക്ഷത്തിലധികം വോട്ട് സ്വന്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ മുന്നേറ്റത്തിന് വലിയ തടയിടാൻ അവിടെ വി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞു, പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ താങ്കൾക്കും അറിയാം, BJPക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത പല മേഖലകളുമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ 2.5 ലക്ഷം വോട്ട് BJPയുടെ പെട്ടിയിലേക്ക്, താമര ചിഹ്നത്തിലേക്ക് വീഴുക എന്നതും വലിയ കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അടയാളപ്പെടുത്തേണ്ട 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവ 3 പറഞ്ഞാൽ എങ്ങനെ വിലയിരുത്തും? നിങ്ങൾ പറഞ്ഞ 3 കറക്റ്റാണ്. പറഞ്ഞ ഒന്നുകൂടെ ഉണ്ട്, തിരുവനന്തപുരം. അതെന്നാ ഉണ്ടായിരുന്നത്, നിങ്ങൾ കണ്ടില്ല? ഈ ഞാൻ ഉള്ളടത്ത് സത്യം പറഞ്ഞോളൂ, അല്ല നുണ പറഞ്ഞ ആര് പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്തെ വലിയ വിജയമാണ് തീർച്ചയായും. കേട്ടോ, തിരുവനന്തപുരത്ത് ലാറ്റിൻ കമ്മ്യൂണിറ്റി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ MP ആകുമായിരുന്നു. ആർക്കാ സംശയം? അവിടെ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ 3 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചു. എല്ലാ നിയോജക മണ്ഡലത്തിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആറ്റിങ്ങൽ എന്താ? ആറ്റിങ്ങലില് വോട്ടിന്റെ കണക്കെടുത്ത് നോക്കപ്പോൾ മനസ്സിലാവും. നമ്മുടെ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ മുരളീധരൻ 3,10,000 വോട്ടാ പിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ട് എത്രയാണ്? അപ്പോ നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും, BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും BJP സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം കോട്ടയം കൂട്ടണ്ട കേട്ടോ, അത് കൂട്ടിയിട്ട് കാര്യമില്ല. ബാക്കി മുഴുവൻ നിയോജകങ്ങളിലും നോക്കിയാൽ യാതൊരു സംശയമില്ല BJPയുടെ സ്ഥാനാർത്ഥികൾ. ബാക്കി സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ കമന്റ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ല, ജോർജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ അങ്ങ്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ജനപ്രിയ നേതാവാണ്, ജനകീയനാണ്, ജയിച്ചു കയറും എന്ന് വിശ്വസിച്ചവരാണ് LDFും ജോസ് കെ മാണി അടക്കമുള്ളവർ. പക്ഷേ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിലടക്കം ചാഴിക്കാടൻ പിന്നിലേക്ക് പോയി എന്നാണ്. അപ്പൊ അങ്ങനെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പിന്നിൽ പോയി, ഡീൻ വലിയ ലീഡ് നേടി. അപ്പൊ സ്വാഭാവികമായും ഈ ജോസ് കെ മാണി പക്ഷത്തിനുണ്ടാകുന്ന ആധി എത്ര കണ്ടാണ് പറയാം. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞിട്ട് വേണം അടുത്ത കാര്യം ചോദിക്കാൻ. നിങ്ങൾ മാതിരി ആടില കടിക്കുന്ന പോലെ കടിച്ചു പോകുന്ന അതൊന്നും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. എന്റെ അറിയിപ്പ ഞാൻ ചോദിക്കട്ടെ, സേനാപതി വേണു പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തിയുള്ള കാര്യമല്ലേ? പുള്ളി കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങളാണ്. അതാ ഇന്നിപ്പോ ദേശീയ നേതൃത്വം, ഞാൻ ഒളിച്ചു വെക്കാൻ പറയാം, ദേശീയ നേതൃത്വ ലെവലിൽ BJP സംബന്ധിച്ചുള്ളത് ഇച്ചിരി മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമ്മളെ UP ആണ് നമ്മളെ തകർത്ത് കളഞ്ഞത്. എന്തുകൊണ്ട് UPയിൽ ആ തകർച്ച ഉണ്ടായെന്നുള്ള പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കാര്യം എനിക്കറിയാം, ഞാൻ ഈ വേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിച്ച അതുപോലെ തന്നെയല്ലേ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാർട്ടി നേതൃത്വം വളരെ നിഷ്പക്ഷമായി നീതിപരമായി പ്രവർത്തിച്ചു വരുന്ന അപകടങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അവിടെ സുരേഷ് ഗോപി എന്താ സംഭവിച്ചത്? അങ്ങേരും MP ആയി, രാജ്യസഭ MP ആയപ്പോഴും നിയമത്തിൽ കിടക്കുക, ജോലി ചെയ്യുക, ജനങ്ങളുടെ പുറത്ത് നിൽക്കുക, അങ്ങനെയുള്ള പൊതുപ്രവർത്തനം നടത്തണം. അതല്ലാതെ ഓടി വന്ന സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് മേടിച്ചിട്ട് ഇതിനെ തിരിച്ചുപോയി കാണാനില്ല. അങ്ങനെ പോയാൽ നന്നാവില്ല. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. എഴുതിയിട്ടോളം പ്രവചനാതീതമാണ്. ആരും പ്രവചിക്കാത്ത രീതിയിൽ തന്നെയുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ നിയോജക മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതാ ഇടതുപക്ഷം. ഞാൻ ചോദിക്കട്ടെ, CPM-ന് ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇരിക്കുക എന്താ യോഗ്യത? അങ്ങേരുടെ ധർമ്മട ഉൾപ്പെടെ പോയില്ലേ? അങ്ങേരുടെ നിയോജകമണ്ഡലം പോയില്ലേ? പുള്ളി എന്തിനാ അവിടെ കുത്തിയിരിക്കുന്നത്? ഇനി മാന്യത ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറഞ്ഞു. പക്ഷേ ആ ചോദ്യം PC-ക്ക് ചോദിക്കാം. പാർട്ടിയിൽ ആരെങ്കിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അത്തരത്തിൽ ചോദിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗ്യവും? ധൈര്യമായിട്ട് താമസിക്കാത്ത പാർട്ടിക്കകത്ത് ചോദ്യം ഉണ്ടാവും. ഈ രാജ്യത്തെ കൊള്ളയടിച്ച് മൂട്ടിച്ച് മകളും എല്ലാം കൂടെ കേസും പ്രതിയും ആയി നിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇനി ജനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഇത്തവണ തന്നെ
ഈ പത്തനംതിട്ട പാർലമെന്റ് നിയമത്തിൽ CPM പലരും വോട്ട് ചെയ്യാൻ പോയില്ല. ഐസക് അല്ലായിരുന്നു നേരത്തെ പോയില്ല. ഐസക്കിന് എന്താ കാര്യം എന്ന് അവർ ചോദിച്ചു. കാരണം ഇവിടെ ഈ നിയമത്തിൽ ഒരാളെ കിട്ടാനില്ലേ. അപ്പം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഈ ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും. ഇല്ലെങ്കിലും പിണറായി വിജയൻ എന്റെ മനസ്സിലായി ഇപ്പം കേന്ദ്രത്തിൽ ഇച്ചിരി BJPക്ക് ഇച്ചിരി ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കാം. പക്ഷെ വേറെ കാര്യം ആരും അഹങ്കരിക്കണ്ട. കോൺഗ്രസിന് ഇന്ദിരാജിയുടെ കാലത്ത് 4/3 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ? പിറ്റേ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റില്ലേ? ദയനീയമായി പോയല്ലോ. ഞാനിപ്പോൾ ഓർക്കാം ഇന്ദിരാഗാന്ധിയെ പോലീസ് പിടുത്തവും കരിക്കേറ്റ് പുറത്തു കയറി ഇന്ദിരാഗാന്ധിയുടെ ഇരിപ്പൊക്കെ എത്രയോ വലിയ സംഭവമായിരുന്നു. ആ കോൺഗ്രസ് വീണ്ടും വന്നില്ലേ? അതാണ് ഇത്. രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പോകണ്ട, എന്ത് സംഭവിക്കാം. ഇപ്പൊ ഒരു സംശയം വേണ്ട, കേരളത്തിൽ ഒരു നടക്കാൻ പോകുന്നത് എന്താ? കേരളത്തിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒഴുക്ക് ശരിയായ രീതിയിൽ BJPയുടെ പ്രവർത്തകരും നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ BJP, ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞു, BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടാവും. BJPക്കാരൻ മുഖ്യമന്ത്രിയാണെന്നില്ല, BJP ആയിരിക്കും ആര് മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിക്കുക. ആ നിലയിലേക്ക് വരും. 29 മോദിയുടെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇലക്ഷൻ വരണമല്ലോ. 29 ഇലക്ഷൻ വേണ്ട കാണാം. 79 ഇലക്ഷൻ വന്നാൽ ഒരു സംശയം വേണ്ട, താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ആള് ഇവിടെ മുഖ്യമന്ത്രിയായി വരും. ആ സാഹചര്യം ഉണ്ടാകാൻ പോവുക. ഇത് കാണുമ്പോൾ മനപ്രയാസം എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സിനിമാ നടനായോണ്ടെന്ന്. പ്രേമനസീർ സിനിമാ നടനാണല്ലോ ജയിക്കാൻ ഞാൻ. ഇവിടെ നമ്മുടെ കൊല്ലത്തൊരു സിനിമ നടൻ നിൽക്കുന്നില്ല, അയാളെ തന്നെ ജയിക്കാത്തേ. ഇതിനു മുമ്പ് എത്ര സിനിമാ നടന്മാർ നിന്നിട്ട് ആരും ജയിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സിനിമാ നടൻ എന്നുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. BJPയുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെയും NDAയുടെയും പ്രവർത്തകരുടെ പോരാട്ടം, അതോടൊപ്പം ആ വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളായി സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളുമായി ഇടപെടൽ ജീവിക്കുന്നവനാണ്. അവിടുത്തെ മതമോ ജാതിയോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെ പുള്ളി എങ്ങനെ കയ്യിലെടുത്തുന്ന അത്രമാത്രം സ്നേഹം ക്രിസ്ത്യൻ സമുദായത്തിനും അദ്ദേഹത്തോടുണ്ട്. അവിടെ എല്ലാ മതസ്ഥരായ ആളുകളുടെയും സുഹൃത്തായി അങ്ങേർക്ക് മാറാൻ കഴിഞ്ഞു. അതാണ് ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. അതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കൊള്ളാവുന്ന ആളുകൾ ഇങ്ങനെ വന്ന് നിന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തില് ഏത് നില നീങ്ങിയാലും BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയും. അതിനുള്ള നീക്കം BJPയുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, PC ജോർജിലേക്ക് വരാം. വീണ്ടും സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി വേണു, കേൾക്കാമെങ്കിൽ 18 സീറ്റുകൾ UDF നിലനിർത്തുന്നു. ഒരു സീറ്റ് നഷ്ടമാകുന്നു. KC വേണുഗോപാലിലൂടെ ആലപ്പുഴ തിരിച്ചു. അതിനിടയിൽ ഇടപെടുകയാണ്. പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 3ാം തവണയും NDAയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയുന്നു. 3ാം തവണത്തെ വിജയം ഇത് ചരിത്ര നേട്ടമാണ്. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനുള്ള പ്രവർത്തനം തുടരുമെന്ന് ട്വിറ്ററിൽ അദ്ദേഹം പറയുന്നു. പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ താൻ പ്രശംസിക്കുന്നു. അവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകും. അല്പസമയത്തിനകം അദ്ദേഹം BJP ആസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ദേശീയ തലത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഡിജിറ്റൽ നമുക്ക് ഒരു 8 മണി ശേഷം അത് വളരെ വേഗം. നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ ജോസൂട്ടി കൂടി ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസൂട്ടി, കേരളത്തിലെ കാര്യമാണ് നമ്മൾ ഈ ആദ്യ 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. 8 മണി വരെ നോക്കൂ, UDFന് നഷ്ടമുണ്ടായി. അവരുടെ സീറ്റ് തൃശ്ശൂർ സീറ്റ്, പക്ഷെ അവർ KC വേണുഗോപാലിലൂടെ മറ്റൊരു സീറ്റ് ആലപ്പുഴ തിരിച്ചു പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 19 നിന്ന് 18 വരുന്നു. ഒരു സീറ്റ് NDA, അതായത് താമരവിരിയില്ല. ഇന്നലെ വരെ കെ മുരളീധരൻ പറഞ്ഞത് അക്കൗണ്ട് എടുക്കുമായിരിക്കും, ഏത് ബാങ്കിലാണെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ആ മുരളീധരൻ അമ്പേ നാണം കെട്ട് 3ാമതായി ഏറ്റവും അവസാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ഇപ്പോൾ വന്ന് പറയുന്നു, ഞാനിനി പൊതുരംഗത്തില്ല, രാഷ്ട്രീയത്തിനില്ല, കോൺഗ്രസിൻ്റെ ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കില്ല, പക്ഷേ കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കുന്നത് വരെ ഉണ്ടാകും ആണ് മുരളീധരൻ പറയുന്നത്. മറുവശത്ത് LDF ആകട്ടെ ആലപ്പുഴയിലെ തരി കെടാതെ, തരി അവിടെ കെട്ടെങ്കിലും ആലത്തൂരിലൊരു തരിയായി അവശേഷിക്കുന്നു. മാത്രമല്ല, അല്പസമയം മുൻപ് പാർട്ടി സെക്രട്ടറിയുടെ ചില പ്രതികരണങ്ങൾ വന്നു. ഇത് ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല, സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല, അതുകൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുവെന്നൂടെ പറയാനുള്ള ഒരു വലിയ മനസ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ധർമ്മടത്ത് പോലും കാര്യം അതാണ് പറഞ്ഞത്. ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും സ്വന്തം പഞ്ചായത്തിലും പാർട്ടിയുടെ ഉരുക്കുകോട്ടയെന്ന് വിശ്വസിക്കപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളിലും ഒക്കെ പിന്നോട്ട് പോയതിനെ ഭരണവിരുദ്ധ വികാരമായി കാണാൻ പാർട്ടി തയ്യാറല്ല, പരസ്യമായെങ്കിലും തയ്യാറല്ല. അതാണ് പ്രൊഫസർ ജോസൂട്ടി, അതാണ് ഈ തിരുത്താൻ തയ്യാറാണെന്ന് എപ്പോഴും പറയും, പക്ഷേ തെറ്റ് സമ്മതിക്കാത്തതാണോ ഇടതു പാർട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി?
ഇപ്പോൾ ഇടത് പാർട്ടികൾ നടത്തി ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ബാക്ക് ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം അത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെയുണ്ടെങ്കിൽ എന്തിനാണ് ഭരണത്തിലിരിക്കുന്നതെന്നുള്ള ചോദ്യം വരും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ മൂടിപ്പൊതിഞ്ഞ് മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ കാണുകയുള്ളൂ. അപ്പം നിലവിൽ കേരളത്തിലെ ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് 2019 സമാനമായിട്ടുള്ള ഒരു മുന്നേറ്റം UDF ഉണ്ടായിട്ടുണ്ട്. അത് പല മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പരാജയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് തുറക്കുവാൻ കഴിഞ്ഞു. അതും വളരെ ആധികാരികമായിട്ടുള്ള ഒരു അക്കൗണ്ട് തുറക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഈ സൂചിപ്പിച്ചതുപോലെ പല മണ്ഡലങ്ങളിലും ശതമാന കണക്കുകൾ വോട്ടുകൾ കൂടിയിട്ടുണ്ടാവും. അതിന് വ്യക്തമായ ചിത്രം പിന്നാലെ വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് എത്രമാത്രം ഒരു മാറ്റമുണ്ടാക്കും എന്ന രീതിയിൽ കാണുമ്പോഴാണ് LDFിൻ്റെ പ്രതികരണം എത്രമാത്രമായിട്ട് ഇതിന് ചേർന്ന് നിൽക്കുന്നു. LDFിന് ഒരു പരാജയമുണ്ടായി എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് പാർട്ടിയുടെ മിഷനറിയോ സംവിധാനങ്ങളോ എല്ലാം പൂർണ്ണമായി ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇല്ലാതാകും എന്നൊരർത്ഥമൊന്നും അതിനില്ല. 2019 ഇതിന് സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫലം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ BJP ഒരു കണക്കിന് വളരെ അതിനെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ മോദിയുടെ ഒരു തേരോട്ടത്തെ ഒരു കാരണവശാലും തടയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഒരു പ്രതിപക്ഷമുണ്ട് എന്നും അത് എപ്പോഴും അതിനൊരു സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇല്ലാതാകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾക്ക് മുന്നിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് അതിൻ്റെ എല്ലാ അവസാനമെന്നൊന്നും പറയുന്നില്ല. അല്ല, കേവലം ഒരു തിരിച്ചടിയായി മാത്രം അതിനെ കണ്ടാൽ മതിയോ? അതാണ് ഞാൻ പറഞ്ഞത്. മട്ടന്നൂർ, ധർമ്മടത്ത് പോലും, അതായത് ഈ സുധാകരൻ എന്നയാൾ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പത്തെ സുധാകരനെ അല്ല നമ്മൾ പിന്നീട് കണ്ടത്. അതായത് ഗർജിക്കുന്ന സിംഹത്തിൻ്റെ സടകൊഴിയുന്നുവെന്ന് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞു തുടങ്ങിയ ഒരു സമയത്താണ് അദ്ദേഹം പോയി കണ്ണൂരിൽ മത്സരിക്കുന്നത്. അതും അവസാനമാണ് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. അവിടെ MV ജയരാജൻ എതിരാളിയായി വരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് CPM എന്ന് സമ്മതിക്കേണ്ടി വരില്ല. കാരണം ധർമ്മടത്ത് പോലും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിന്നോട്ട് പോകുന്നുവെങ്കിൽ, അതായത് മുൻപുണ്ടായിരുന്ന സുധാകരന്റെ നിഴലിനോട് മത്സരിച്ചിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയമായ പ്രസ്താവനകളിലൂടെ മാത്രമേ നേരിടുവാനും അല്ലെങ്കിൽ ഈ തിരിച്ചടിയെ കാണുവാനും കഴിയുമുള്ളൂ. ഇപ്പോൾ 2019 സമാനമായ തിരഞ്ഞെടുപ്പ് വരികയും പാർട്ടിയുടെ പല കോട്ടകളും തകർന്നു വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചുള്ള റിസൾട്ടാണല്ലോ വന്നത്. അപ്പം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. ഭരണവിരുദ്ധ വികാരവും ഭരണത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ഫലം വരുവാൻ സാധ്യതയില്ല. പക്ഷേ ബംഗാളിലും ത്രിപുരയിലും കണ്ടതുപോലെ ഒരു ശാസനയല്ല ഇവിടത്തേത്. അല്ലല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പൊ തന്നെ LDFന് ഇതൊരു സെറ്റ് ബാക്ക് ആണ്, ഒരു പരാജയമാണ്. എന്തുകൊണ്ട് പാർട്ടി പൂർണ്ണമായും ബംഗാളിലെയോ അല്ലെങ്കിൽ ത്രിപുരയിലെയോ പോലെ ഇല്ലാതാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പൊ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വരും ദിവസങ്ങളിൽ അത് വരുമല്ലോ. ഈ പിണറായി ചോദ്യം ചെയ്യപ്പെടുമോ ഇനിയെങ്കിലും? അത് മാത്രമല്ല, പ്രധാന സംശയം നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ്? പാർട്ടി ചിഹ്നം കണ്ടാൽ സ്ഥാനാർത്ഥി നോക്കാതെ പാർട്ടി ഗ്രാമങ്ങളിൽ നല്ല ഉമേഷ്, ഏതിടത്തെയും കമ്മ്യൂണിസ്റ്റ് എത്ര പ്രതിഷേധമുണ്ടെങ്കിലും പോളിംഗ് ബൂത്തിൽ ചെന്ന് അരിവാൾ ചുറ്റിക കാണുമ്പോൾ വോട്ട് ചെയ്യും. അതായിരുന്നു കേരളത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെയായിരുന്നു. അത് മാറുന്നത്, അതിന് ആദ്യ സൂചനകൾ വരുന്നത് എവിടെയാണ്? അവിടെയാണ് പാർട്ടി ഗ്രാമം ഞാൻ എടുത്തു പറഞ്ഞത്. അതിന്റെ സൂചനകൾ വരുന്നത് കണ്ണൂരെ പാർട്ടി ഗ്രാമത്തിൽ മുഖ്യമന്ത്രി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ധർമ്മടത്ത്, തളിപ്പറമ്പിൽ, മട്ടന്നൂർ തുടങ്ങിയ പാർട്ടിയുടെ ഉരുക്കുകോട്ടകളെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് സ്വയംഭരണ പ്രദേശങ്ങളെ പോലെ പാർട്ടി കൊണ്ടു നടക്കുന്ന സ്ഥലങ്ങളിലാണ് അതിന്റെ പ്രതിഫലനങ്ങൾ ആദ്യം ഉണ്ടാകുന്നത്. അവിടെയാണ്, അതായത് മറ്റാരും തിരുത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരുത്തി കാണിച്ചു തരാമെന്ന് പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചതായി മാത്രം കാണാം, അല്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമ്പോൾ അത് എത്രയോ കാലമായിട്ട്
ഇടതുപക്ഷത്തിന്റെ കയ്യിരുന്നൊരു മണ്ഡലമായിരുന്നു. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുന്നു. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിന്നോക്കം പോയിടത്തു നിന്നുള്ള വലിയ അതിഭയങ്കര ഭീകരമായ ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വന്നത്. അപ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് എന്തെങ്കിലും വലിയ തകർച്ച സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ജനങ്ങളുടെ അതൃപ്തി അവർ കൃത്യമായി പ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പാർട്ടി ഗ്രാമങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ബംഗാളിലെയോ ത്രിപുരയെ പോലെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത് ജനങ്ങൾ തിരുത്തി എന്നല്ല. അതെ, ജനങ്ങൾക്ക് സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരത്തോട് പ്രതികരിക്കേണ്ടി വരും. അത് എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ പാർട്ടി ഗ്രാമങ്ങൾ പോലും അങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയെങ്കിൽ എന്ന ആശങ്കയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്നതിന്റെ തുടക്കവുമല്ല എന്നാണ്.